മാരേജ് കഴിഞ്ഞ് 1 ഇയർ ആയെന്നൊക്കെ വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. എത്ര പെട്ടെന്ന് വർഷങ്ങളൊക്കെ പോകുന്നതല്ലേ. അപ്പോൾ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ ഗോവയ്ക്ക് പോയതിൻ്റെ ഒരു ട്രാവൽ വ്ലോഗാണ് ഗൈസ് ഇന്നത്തെ വീഡിയോ. സോ വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റിലാണ് ഗോവയ്ക്ക് പോകുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഫ്ലൈറ്റ് കയറാൻ പോകുന്നത്. സോ ഇറ്റ്സ് മൈ ഫസ്റ്റ് എക്സ്പീരിയൻസ്. സോ രാത്രി വർക്കലയിൽ നിന്ന് കൊച്ചിയിലേക്ക് നമ്മൾ ട്രെയിനിലാണ് പോകുന്നത്. 5:50 നമ്മുടെ ഫ്ലൈറ്റ്. മോർണിംഗ് ഒരു 3 o'clock ഒക്കെ ആയപ്പോൾ നമ്മൾ കൊച്ചിയിലെത്തി. അവിടെ നിന്ന് 4 മണിക്ക് നമുക്ക് എയർപോർട്ടിൽ കയറണം. സോ നമ്മളൊന്ന് ജസ്റ്റ് ഫ്രഷപ്പ് ആവാൻ വേണ്ടിയിട്ട് എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ഹോട്ടലിലാണ് നമ്മൾ റൂം എടുത്തത്. അപ്പോൾ അവിടെ നിന്ന് പോകാനൊക്കെ ഈസി ആയിരിക്കുമല്ലോ. അങ്ങനെ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പായി വീണ്ടും ഞങ്ങളൊരു ഓട്ടോ പിടിച്ച് എയർപോർട്ടിനകത്തോട്ട് പോയി. അങ്ങനെ എയർപോർട്ടിനകത്ത് കയറി അവിടുത്തെ ഫോർമാലിറ്റീസൊക്കെ കഴിഞ്ഞ് ബോർഡിംഗ് പാസ് കിട്ടിയിട്ടുണ്ട്. സോ ഗേറ്റ് 7 ഞങ്ങൾക്ക് പോകാനുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാരേജ് കഴിഞ്ഞ് 1 ഇയർ ആയെന്നൊന്നും വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി ഒരു കേക്കൊക്കെ കട്ട് ചെയ്ത് ആഘോഷിക്കുന്നതിന് പകരമായിട്ടാണ് ഇങ്ങനൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തത്. പോവാൻ ഒരുപാട് സ്ഥലങ്ങൾ ഓപ്ഷൻസിലുണ്ടായിരുന്നെങ്കിലും ഞങ്ങളുടെ ലീവിൻ്റെ പരിമിതികൾ നോക്കിക്കൊണ്ടാണ് ഗോവ ഞങ്ങൾ ചൂസ് ചെയ്തത്. അതാണ് ഗൈസ് ഞങ്ങൾക്ക് പോകാനുള്ള ഫ്ലൈറ്റ്. സോ പോകാനുള്ള ടൈം ആയിട്ടുണ്ട്. ഫ്ലൈറ്റിൽ കയറാനായിട്ട് പോവാണ്. അങ്ങനെ 5:25 നമ്മൾ ഫ്ലൈറ്റിനകത്ത് കയറി. 5:50 ഡിപ്പാർച്ചർ ടൈം. അവരുടെ പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞ് സേഫ്റ്റി ബ്രീഫിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ടേക്ക് ഓഫിന് ടൈമായി. ഫൈനലി വി ലാൻഡഡ് ഇൻ ഗോവ. സോ ലഗേജൊക്കെ കളക്ട് ചെയ്തിട്ട് നമുക്ക് പോകാനുള്ള ടാക്സിയും വന്നിട്ടുണ്ട്. പാക്കേജ് എടുത്ത് പോയതുകൊണ്ട് തന്നെ ടാക്സി തിരഞ്ഞ് ഒരുപാട് സമയം നടക്കേണ്ടി വന്നില്ല. നമ്മൾ സൗത്ത് ഗോവയിൽ ഇറങ്ങിയിട്ട് നോർത്ത് ഗോവയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു 8:30 ഒക്കെ ആയപ്പോൾ നമ്മൾ നോർത്ത് ഗോവയിലെത്തി. പക്ഷെ നമ്മുടെ ഹോട്ടൽ റൂമിലെ ചെക്ക് ഇൻ ടൈം 12 മണി ആയത് കാരണം നമ്മൾ റൂമിലൊന്നും കയറിയില്ല. നല്ല വിശപ്പുണ്ടായിരുന്നുകൊണ്ട് ഒരു മാഗിയും ഒരു ചായയും കുടിച്ച് സ്കൂട്ടി കൈ കിട്ടിയതുകൊണ്ട് തന്നെ ചെക്ക് ഇൻ ചെയ്യാൻ ടൈം ആവുന്നത് വരെ ചുമ്മാ ഇരിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ രണ്ടുപേരും കൂടെ ഒന്ന് കറങ്ങാൻ പോയി. അങ്ങനെ ഇവിടെ വന്നിട്ട് നമ്മൾ ആദ്യമായിട്ട് പോകുന്ന സ്ഥലം ഗോവയിലെ വൺ ഓഫ് ദ മെയിൻ ടൂറിസ്റ്റ് സ്പോട്ട് ആയിട്ടുള്ള അഗോഡ ഫോർട്ടിലേക്കാണ്. അവിടെ ചെന്ന് എൻട്രൻസ് പാസ് എടുത്ത് അകത്തേക്ക് കയറുമ്പോൾ കാണുന്ന ഫസ്റ്റ് വ്യൂ ആണ് ഇത്. അഗോഡ ഫോർട്ടിൻ്റെ വർഷങ്ങൾ പഴക്കമുള്ള മതിൽക്കെട്ടുകളാണ്. എൻട്രി ഗേറ്റിലൂടെ ഫോർട്ടിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കാണുന്നത് ഇങ്ങനെ കുറച്ച് ഫ്രെയിംസാണ്. ഗോവയിലെ മെയിൻ സ്പോട്ടുകളുടെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫോട്ടോസാണ് ഈ ഫ്രെയിം ചെയ്ത് വെച്ചേക്കുന്നത്. ഫോർട്ടിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് വർഷങ്ങൾക്ക് മുൻപ്, അതായത് ഗൂഗിൾ പറഞ്ഞതനുസരിച്ചാൽ 1864 നിർമ്മിച്ചിട്ടുള്ള ഒരു ലൈറ്റ് ഹൗസാണ്. അതുപോലെ തന്നെ ഗോവയിലെ ഏറ്റവും വലിയ ജയിലും നമുക്കിവിടെ കാണാൻ പറ്റും. ജയിലിനകത്തേക്ക് പ്രവേശനം ഇല്ലെങ്കിലും ജയിലിൻ്റെ ചില ഭാഗങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഈ ഫോർട്ട് ആക്ച്വലി ഡച്ചുകാരിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പോർച്ചുഗീസുകാർ നിർമ്മിച്ചിട്ടുള്ളതാണ്. 1609 സ്റ്റാർട്ട് ചെയ്ത് 1612 ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായത്. നമ്മൾ നെക്സ്റ്റ് പോയത് അഗോഡ ഫോർട്ടിൻ്റെ തന്നെ മറ്റൊരു ഭാഗമായിട്ടുള്ള സ്വിംഗറിംഗ് ബീച്ചിൽ സ്ഥിതി ചെയ്യുന്ന ഫോർട്ടിലേക്കാണ്. രണ്ടും തമ്മിൽ ഒരു 3-3.5 കിലോമീറ്റർ ഡിസ്റ്റൻസാണ് ഉള്ളത്. പോർച്ചുഗീസുകാർ വാച്ച് ടവർ ആയിട്ടാണ് ഈ ഫോർട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അഗോഡ ഫോർട്ട് പോലെ ഇതും ഒരു മെയിൻ സ്പോട്ടായതുകൊണ്ട് ഇവിടെ നല്ല ആളുണ്ടായിരുന്നു. അവിടെയുള്ള വെയിൽ ഫുൾ കൊണ്ട് ടയേർഡായപ്പോൾ ഇനി ഫ്രഷ് ആയിട്ടാവാം അടുത്ത കറക്കമെന്ന് വിചാരിച്ച് നേരെ റൂമിലേക്ക് വന്നു. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന ഹോട്ടൽ. ഒന്ന് ഫ്രഷപ്പായി ഇച്ചിരി നേരം റെസ്റ്റൊക്കെ എടുത്ത് വൈകിട്ട് നമ്മൾ പോയത് ബാഗ ബീച്ചിലേക്കാണ്.
ഇതിന് തൊട്ടടുത്താണ് നമ്മൾ സ്റ്റേ എടുത്തേക്കുന്നത്, അതുകൊണ്ട് ഇങ്ങോട്ട് വരാനൊക്കെ ഭയങ്കര എളുപ്പമായിരുന്നു. ആൻഡ് ഐ തിങ്ക് സൺസെറ്റിൻ്റെ സമയത്താണ് ഇവിടെ ഏറ്റവും കൂടുതൽ തിരക്കെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് വയറ് വിശക്കാൻ തുടങ്ങിയപ്പോൾ ഒരു ചായ കുടിക്കാനായിട്ട് പോകാമെന്ന് വിചാരിച്ചു. അവിടെ നിന്ന് ഒരു ചായയും കുടിച്ചു. പിന്നെ അവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള വടാപ്പാവും ട്രൈ ചെയ്തു. തിരിച്ച് ബീച്ചിൽ വന്നപ്പോൾ അവിടെ നിന്ന് പോകുമ്പോൾ ഉള്ളതിനെക്കാട്ടിലും ഇരട്ടി ആളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഈ ഒരു സീൻ കണ്ടപ്പോഴാണ് വേറൊരു കാര്യം പറയണമെന്ന് ഓർമ്മ വന്നത്. ഇവിടെ മനുഷ്യരെ കാണുന്ന പോലെ തന്നെ സ്ട്രീറ്റ്സിൽ കാണുന്ന മറ്റൊരു കാഴ്ചയാണ് കുറേ പശുക്കളും. ഇതിനെയൊന്നും ആർക്കും വേണ്ടേ എന്തോ. പിന്നെ ഇവിടുത്തെ സൺസെറ്റ് വ്യൂ പറയാതിരിക്കാൻ വയ്യ, അടിപൊളിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ സീനറീസിലൊക്കെ കാണുന്ന അതേ ഒരു വൈബ്. അങ്ങനെ സൺസെറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ബീച്ചിൻ്റെ സൈഡിലെ ഷോപ്പിലെല്ലാം ഫുൾ ലൈറ്റ്സായി. അങ്ങനെ ബാഗ ബീച്ചിലെ സൺസെറ്റ് എല്ലാം കണ്ട് ഇന്നത്തെ ഈവനിങ് ഫുള്ളി യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടിറ്റോസ് ലൈനിലും അവിടുത്തെ സ്ട്രീറ്റ് മാർക്കറ്റിലൊക്കെ ഒന്ന് കറങ്ങി. തിരിച്ചെത്തി. നമുക്കുള്ള ഫുഡ് അവിടെ റെഡിയായിരുന്നു. ഇന്നത്തെ ഫുഡ് ചപ്പാത്തിയും പിന്നെ ഒരു റൈസും ചിക്കൻ കറിയുമായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് കുറച്ച് സമയം സംസാരിച്ചിരുന്ന് ഇന്നത്തെ ദിവസം ഞങ്ങൾ വൈൻഡപ്പ് ചെയ്തു. സോ ദ ഫസ്റ്റ് ഡേ ഇൻ ഗോവ വാസ് സൂപ്പർ. അപ്പോൾ ഇനി ഡേ 2 വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.